എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 11 ശ്ലോകം 51, 52, 53, 54, 55 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഗണപതയേ നമ. സംസരസ്വത്യൈ നമ. ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. അബകാസുരനെ അനായാസം വധിക്കണു ഭഗവാൻ. ശ്ലോകം 51. തം താലുമൂലം പ്രഹദന്തം അഗ്നിവത്തം താലുമൂലം പ്രദഹന്തം അഗ്നിവത് ഗോപാലസൂനം പിതരം ജഗൽഗുരോ ചച്ഛർദ സദ്യോ അതിരുഷാക്ഷതം ഭഗ തുണ്ടേന ഹന്തും പുനരഭ്യപദ്യത. ഭഗവാനെ വിഴുങ്ങിയപ്പോ വായുടെ ഉള്ളിലങ്ങട്ട് അഗ്നി പോലെ തീ അങ്ങോട്ട് കത്താൻ തുടങ്ങി. ആ ഭഗത്തിന് തൊണ്ടയുടെ അറ്റൊക്കെ അങ്ങനെ വേവാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. അപ്പൊ വേഗം വിഴുങ്ങാൻ പറ്റാണ്ട് ഛർദിച്ചു. ഭഗവാനല്ലേ, ഈ ഗോപബാലന് ഇത്ര ശക്തി ഉണ്ടോ? അല്ലെ, ഭഗവാൻ തന്നെയല്ലേ. സകല ജനങ്ങളെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിനെയും കൂടി സൃഷ്ടിച്ച പരമാത്മാവാണ്. അപ്പൊ അതുകൊണ്ട് ആ അസുരന് ഭഗവാനെ വിഴുങ്ങാൻ സാധിക്കുമോ? അത് പറ്റില്ല. പക്ഷെ ആ മൂഢന് അത് അറിയില്ലല്ലോ. ഭഗവാന്റെ മാഹാത്മ്യം കുറച്ചെങ്കിലും അറിഞ്ഞ് ശരണാഗതി അടഞ്ഞു വെച്ചാൽ രക്ഷപ്പെടായിരുന്നു. പക്ഷെ ആ ഉപായം അറിയാതെ പിന്നെയും ഒരു നാശം ഉണ്ടായിട്ടില്ല ആ കൃഷ്ണന് എന്ന് മനസ്സിലായപ്പോ പിന്നെയും കൊത്താൻ തന്നെ നോക്കുക. കൊക്കുകൊണ്ട് ഇങ്ങനെ കൊത്തി കൊല്ലാനായിട്ട് ഭഗവാന്റെ നേർക്ക് അതിക്രോധത്തോടെ അങ്ങോട്ട് വന്നു അവൻ, ആ മഹാസത്വം. തം ആപതന്തം സ നിഗൃഹ്യ തുണ്ടയോ ദോർഭ്യാം വകം കംസസഖം സതാം പതി പശ്യത്സു ബാലേഷു ദദാരലീലയാ മുദാവഹോ വീരണവൽ ദിവൗകസാം. അതിവേഗത്തില് തന്റെ നേർക്ക് വരുന്നവനും ദുഷ്ടനായ കംസന്റെ കൂട്ടുകാരനുമായ ബകാസുരനെ, സജ്ജനങ്ങളെ മുഴുവൻ രക്ഷിക്കുന്നവനും ദുഷ്ടനിഗ്രഹം ചെയ്ത് ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നവനുമായ, അതിനു വേണ്ടിയിട്ട് അവതരിച്ചിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊക്കുകളിലെ ഓരോ ഭാഗത്തെ ഓരോ കൈ കൊണ്ട് അങ്ങോട്ട് ബലമായിട്ട് അങ്ങോട്ട് പിടിച്ചു, രണ്ട് കൊക്കും കൂടിയിട്ട്. എന്നിട്ട് ഈ പുല്ലൊക്കെ ഇങ്ങനെ വേർപെടുത്തില്ലേ, അതുപോലെ ആ രണ്ടും കൂടി കൊക്കും കൂടി അങ്ങോട്ട് വലിച്ച് രണ്ടായിട്ട് അങ്ങോട്ട് പിളർന്നു അവന്. കുട്ടികൾ ഇത് കണ്ടിങ്ങനെ അന്തം വിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക മറ്റേ ഗോപന്മാര്. തഥാ അപകാര്യം സുരലോകവാസിന സമാകിരൻ നന്ദന മല്ലികാദിഭി സമീഡിരേ ജാനക ശംഖ സംസ്തവൈഃ തദ്വീക്ഷ്യ ഗോപാലസുതാ വിസിസ്മിരേ. അപ്പൊ അവരെല്ലാവരും ഇങ്ങനെ പേടിച്ചു. ഭഗവാനെ വിഴുങ്ങിയ പിന്നെ എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് സ്തംഭിച്ചു നിൽക്കായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ അവനെ കൊല്ലണത് ഒരു പേടിയില്ലാണ്ട് അങ്ങനെ ചെയ്യണത് കണ്ടത്. പ്രയാസം അവനെ ആ കൊമ്പ് രണ്ട് ഭാഗത്തേക്ക് അങ്ങനെ കീറി വലിച്ചെറിഞ്ഞു. അവര് ദേവന്മാര് കണ്ട് വളരെ സന്തോഷവും ബഹുമാനവും ഭക്തിയും എന്തൊക്കെയാന്നറിയില്ല. ആ സന്തോഷ ഭക്തി ബഹുമാനങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രന്റെ ഉദ്യാനത്തിൽ നിന്ന് അറുത്തെടുത്ത മനോഹരമായ മല്ലികാദി പുഷ്പങ്ങൾ കൃഷ്ണന്റെ മീതെ വർഷിച്ചു എന്നാ പറയുന്നത്. അവര് പുഷ്പവൃഷ്ടി നടത്തി. അതിമനോഹരമായ സുഗന്ധമുള്ള പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാനെ പുഷ്പവൃഷ്ടി ചെയ്തു ദേവന്മാര് സന്തോഷം കൊണ്ട്. അതുമാത്രല്ല, ആനകം, ശംഖം എന്നീ വാദ്യങ്ങൾ മുഴക്കി ഭക്തവാത്സല്യാദികളായ ഉത്തമ ഗുണങ്ങളെ കുറിച്ച് പുകഴ്ത്തി അവരെ സ്തുതിക്കാൻ തുടങ്ങി ഭഗവാന് നല്ല നല്ല കീർത്തനങ്ങളും കൊണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക ഗോപകുമാരന്മാര്. അപ്പൊ അവര് വിചാരിച്ചു, എവിടുന്നാ അത് ഈ പൂക്കൾ ഇങ്ങനെ വീഴണത്? അവർക്ക് അറിയില്ലല്ലോ ഇത് പുഷ്പവൃഷ്ടി ചെയ്യണമെന്ന്. അവർക്കൊന്നും അറിഞ്ഞൂടാ പാവങ്ങള്. എന്താ എവിടുന്നാ ഈ മോളിന്ന് ഇങ്ങനെ പൂവ് വീഴണ? ഈ കൃഷ്ണന്റെ കണ്ണന്റെ മേത്തേക്ക് ഇങ്ങനെ ഇവര് അന്തം വിട്ട് നോക്കി നിൽക്കുക. മുക്തം ബഗാസ്യാദ് ഉപലഭ്യ ബാലക രാമാദയ പ്രാണമിവേന്ദ്രിയോ ഗണ സ്ഥാനാഗതം തം പരിരഭ്യ നിർവൃതാഃ പ്രണീയ വത്സാൻ വ്രജമേത്യതജ്ജഗു. അങ്ങനെ ശ്രീകൃഷ്ണനെ ഭഗം വിഴുങ്ങിയല്ലോ എന്ന് ഉള്ള ആ വിഷമം കൊണ്ട് അവര് വിഷണ്ണരായിട്ട് ഒന്നിങ്ങനെ ആദ്യം
കുറച്ചു നേരം ബോധം കെട്ട് വീണു. പിന്നെ അവര് എണീറ്റു. നോക്കിയപ്പോഴാണ് ഒരു കുഴപ്പവും പറ്റാണ്ട് ഇങ്ങനെ വരണു കണ്ണൻ. എന്നിട്ട് ഇതാ അപ്പളേക്ക് ഇങ്ങനെ ഛർദിച്ചിട്ടുണ്ടായിരുന്നു വേഗം കണ്ണന് ഈ ഭഗം. അങ്ങനെ എണീറ്റ് നിന്നിട്ട് ഈ കൊക്ക് വലിച്ചിട്ട് കൊല്ലണത് അവര് കണ്ടു. അവർക്ക് അങ്ങോട്ടുള്ള സന്തോഷം ഒന്നും പറ്റിയിട്ടില്ല ഈ കണ്ണന്. ഭഗത്തെ സംഹരിച്ച് അവരോട് കൂടെ അങ്ങനെ എല്ലാവരും കൂടി നല്ല രാവനെ കണ്ടില്ലേ, എന്താലേ അസുരൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കൃഷ്ണനെ. അപ്പൊ അവരോട് ചിരിച്ചുകൊണ്ട് എന്തിനാ പേടിക്കണേ, പേടിച്ചോ നിങ്ങള് എന്നൊക്കെ ചോദിച്ചപ്പോ അവർക്ക് ഉണ്ടായ ഒരു സന്തോഷം. അപ്പൊ അതേവരെ അവരുടെ ആലസ്യ സമയത്ത് ഒന്നും പ്രവർത്തിക്കാൻ പറ്റാതെ ശക്തിയിലായിരുന്ന ആ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം അങ്ങോട്ട് ഉണർന്നു. ഭഗവാൻ അങ്ങോട്ട് അവരെ തൊട്ടപ്പോ അങ്ങനെ പ്രാണനോട് ചേരുമ്പോൾ സകല വ്യാപാരങ്ങളും ചെയ്യാൻ ശക്തങ്ങളായിട്ട്, പ്രാണൻ വരുമ്പോഴല്ലേ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ശക്തി ഉണ്ടാവും. അതുപോലെ ആ ഗോപാലന്മാര് ശ്രീകൃഷ്ണനെ അവിടെ സ്വസ്ഥമായിട്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കണ കണ്ടപ്പോ ഓട്ടിച്ചെന്ന് ദൃഢമായിട്ട് അങ്ങോട്ട് ആലിംഗനം ചെയ്ത് കണ്ണുനിന്ന് ഇങ്ങനെ സന്തോഷ അശ്രുകൾ വരാൻ തുടങ്ങി. അവര് കെട്ടിപ്പിടിച്ചു. എല്ലാവരും ഓടി വന്നിട്ട് കണ്ണന് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഭഗവാനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചുംബിക്കാൻ തുടങ്ങി. സന്ധ്യയായപ്പോ പശുക്കുട്ടികളെയൊക്കെ ആട്ടിത്തെളിച്ച് എല്ലാവരും കൂടി ഗോകുലത്തിലേക്ക് ചെന്ന് പിന്നെ അവരെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ അവർക്ക് പറയാണ്ട് ഗൃഹത്തിൽ ചെന്നിട്ട് ഓരോരുത്തരും അമ്മമാരോടും അച്ഛന്മാരോടും ചെന്ന് ഇങ്ങനെ പറയാ. ഇതൊക്കെ കേട്ടിട്ട് അവര് ഗോപന്മാരും ഗോപസ്ത്രീകളും ഇങ്ങനെ അത്ഭുതപ്പെടുക. ഇത് എന്താ ഇതിങ്ങനെ ഇവിടെ വന്നിട്ട് ഈ അസുരന്മാര് വരണ്ടല്ലോ ഈ. പക്ഷെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അവർക്ക് മനസ്സിലായി എവിടെയായാലും കണ്ണൻ അവരെ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചോളും. എവിടെ ചെന്നാലും വരണ്ടല്ലോ ഈശ്വര ഇങ്ങനെ എന്നൊക്കെ അവര് മനസ്സിലായി. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിന്നെയും കണ്ണന്റെ ആയുസ്സിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവര് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കണം, ഒന്നും സംഭവിക്കരുത് ഈശ്വര, ഇനി ഒന്നും ഉണ്ടാവരുതെന്ന് വെച്ചിട്ട് ഓരോ ദിവസം അവര് കണ്ണന് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാ കാട്ടിലേക്ക് പറഞ്ഞയക്കണത്. പോകണ്ടാന്ന് പറഞ്ഞാൽ പോവാതിരിക്കില്ല എന്ന് അവർക്ക് അറിയാം. ഒഴിഞ്ഞിട്ടും അങ്ങനെ ഓരോന്ന് ചെയ്തും അവരുടേതായിട്ടുള്ള രക്ഷാ ഇതുകളൊക്കെ ചെയ്തിട്ടാണ് കാട്ടിലേക്ക് പറഞ്ഞേക്കണത്. എന്തായാലും ഈശ്വരന്മാര് രക്ഷിച്ചു എന്നൊക്കെ പറയാ അവര്. ശ്രുത്വാ തദ്വിസ്മിതാ ഗോപ ഗോപ്യശ്ച അതിപ്രിയാദൃതാ പ്രത്യാഗതമിവ ഉത്സുക്യാത് ഐക്ഷന്ത തൃഷിതേക്ഷണാഃ. അങ്ങനെ ഈ കുട്ടികൾ ഇന്നൊരു വലിയൊരു ഭഗത്തിന് ഒരു കൊറ്റിന്റെ ആകൃതിയിലുള്ള അസുരനെ കൃഷ്ണനെ വിഴുങ്ങി എന്ന് പറഞ്ഞപ്പോ അവര് ആകെ പേടിച്ചു. അത് കഴിഞ്ഞപ്പോഴേ ഞങ്ങളൊക്കെ ബോധം വിട്ടു വീണു, അമ്മ ബോധം വിട്ടു വീണു, അത്രയും ഞങ്ങക്ക് എന്താ ചെയ്യണ്ടേന്ന് നിശ്ചല്ലാണ്ടേ എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു. പിന്നെതാ കണ്ണൻ ആ ഭയങ്കരനെ കൊന്ന കാര്യമൊക്കെ അങ്ങനെ അവര് വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ടായി. പിന്നെ അവർക്ക് ഒരു ആദരം, എങ്ങനെ ഈ കൊച്ചുകുട്ടി ഇങ്ങനെ ഇത്രയും വലിയ അസുരന്മാരെയൊക്കെ കൊല്ലണത്. എത്ര നോക്കിയിട്ടും ആ കണ്ണന്റെ മുഖത്തുനിന്ന് അവർക്ക് കണ്ണെടുക്കാനേ തോന്നണില്ല. അങ്ങനെ അവരും അതെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കണ്ണനെ ചുംബിക്കുകയാണ്. എന്തൊരു അത്ഭുതം തന്നെയാണ്, ഇതൊരു അത്ഭുത ബാലൻ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജനിക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് തമത്ഭുതം ബാലകം, അത്ഭുത ബാലകനാണ്. ഇനി എന്തൊക്കെ അത്ഭുതങ്ങള് കാണിക്കാനിരിക്കണു അല്ലെ, അതൊന്നും അവർക്ക് അറിയില്ലല്ലോ. മരിച്ചുപോയ ഒരു കുട്ടി വീണ്ടും ഭൂലോകത്തിലേക്ക് വന്ന് മടങ്ങി വന്ന എങ്ങനെയാ എത്ര സന്തോഷം ഉണ്ടാവും. അതുപോലെയാണ് ആ വ്രജവാസികളെല്ലാവരും കണ്ണനെ സ്വന്തം അച്ഛനമ്മമാരെക്കാളും കൂടുതൽ എന്നുള്ള മട്ടില് അത്രയും അവര് ആ കണ്ണനെ സ്നേഹിക്കണം. അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഓരോരുത്തരും മാറി 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 കെട്ടിപ്പിടിച്ച് ചുംബിക്കണു ആ ശ്രീകൃഷ്ണനെ. എത്രയുണ്ട് പ്രേമാണ്. അവരുടെ കുട്ടികളെക്കാളും ഒരു പ്രേമം അങ്ങനെ അവർക്ക് തോന്നുകയാണ്. ഈശ്വരനല്ലേ, അത് തോന്നാതിരിക്കും. അവർക്ക് അറിയില്ല എന്തുകൊണ്ടാ അങ്ങനെ തോന്നണതെന്ന്. അങ്ങനെ അതാ പല പല കളികളും കളിച്ചുകൊണ്ട് ആ കളി പോലെ തന്നെ അസുരന്മാരെ കൊന്നുകൊണ്ട് ഭഗവാൻ ആ വൃന്ദാവനത്തിൽ അങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ